ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു കടയാണ്. കട എന്ന് പറയുമ്പോൾ ഇത് വെറും ഒരു കടയല്ല. ഈ ഒരു വേനൽക്കാലത്ത് നമുക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഡ്രിങ്ക്സ് ഒക്കെ ഒരുക്കിയിട്ടുള്ളൊരു കടയാണ്. പറയത്തക്ക വലിപ്പമൊന്നും ഈ ഒരു കടയ്ക്കില്ല കേട്ടോ. എന്നാൽ വലിപ്പത്തിലൊന്നും ഒരു കാര്യവുമില്ല മോനെ എന്ന് ഓർമ്മപ്പെടുത്തുന്ന തരത്തിലുള്ള ഇൻ്റർനാഷണൽ ലെവൽ സ്റ്റാൻഡേർഡുള്ള പേരോടുകൂടിയ ഡ്രിങ്ക്സ് ആണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഈ കടയുടെ ലൊക്കേഷൻ ഏതാണെന്ന്. ഇത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ കോട്ടയത്ത് മണ്ണാർക്കാട് ഏറ്റുമാനൂർ ബൈപ്പാസ് റോഡിലുള്ള കണ്ടൻചിറ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ചെറിയൊരു കടയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് വെറൈറ്റി ഡ്രിങ്ക്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഒരു ഡ്രിങ്ക് ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി. സണ്ണി ലിയോൺ സർബത്താണ് ഞാൻ ഓർഡർ ചെയ്ത ഡ്രിങ്ക്. അപ്പോൾ അത് നമുക്കിവിടെ എങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് നോക്കാം. കാര്യം വളരെ സിമ്പിളാണ്. ആദ്യമേ തന്നെ നമ്മൾ 3 ഗ്ലാസ് എടുത്ത് അതിലേക്ക് 3 ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സിൻ്റെ ജ്യൂസ് നമ്മൾ എടുക്കുന്നു. അപ്പോൾ ഇവിടെ എടുത്തേക്കുന്ന ഫ്രൂട്ട്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യം ഓറഞ്ച് ജ്യൂസ് എടുത്ത് ഒരു ഗ്ലാസ്സിൽ മാറ്റി വെച്ചു, പിന്നെ പൈനാപ്പിൾ ജ്യൂസ്, പിന്നെ അതുപോലെ തന്നെ ഗ്രേപ്പ് ജ്യൂസ്. അപ്പോൾ ഇത് 3 കുറച്ച് ക്വാണ്ടിറ്റി നമ്മളെടുത്ത് മാറ്റി വയ്ക്കുന്നു. ഒരുപാട് ജ്യൂസായിട്ട് നമ്മൾ അടിക്കേണ്ട ആവശ്യമില്ല. 2-3 സ്പൂണാണ് നമുക്ക് ആവശ്യം വരുന്നത്. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഒരു മിക്സിംഗ് ആണ്. അതിനുവേണ്ടി ആദ്യമേ തന്നെ വേറൊരു ഗ്ലാസ്സിലേക്ക് നമ്മൾ കുറച്ച് സർബത്ത് ഒഴിക്കുന്നു. ഒരു 2 ടേബിൾ സ്പൂൺ സർബത്ത്, സാധാരണ സർബത്താണ്. പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്യുന്നു. ഇനി നമ്മൾ ഒരു ലൈം നമ്മൾ ജ്യൂസാക്കി അതിലേക്ക് ചേർക്കുന്നു. നല്ലപോലെ സ്ക്യൂസ് ചെയ്തിട്ട് നമ്മൾ ലൈം ജ്യൂസ് അതിലേക്ക് മിക്സ് ചെയ്യുന്നു. അടുത്തതായി നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് നമ്മൾ കുറച്ച് ഐസ് ക്യൂബ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. കുറച്ചധികം ഐസ് ക്യൂബ്സ് ഇടുക. ഏത് ജ്യൂസ് ആണെങ്കിലും ഏത് ഡ്രിങ്ക് ആണെങ്കിലും നല്ല ചില്ലായിട്ടിരിക്കുമ്പോഴല്ലേ അതിന് നല്ല ടേസ്റ്റ് തോന്നത്തുള്ളൂ. അപ്പോൾ കുറച്ച് അധികം ഐസ് ക്യൂബ്സ് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ചേർക്കുന്നത് ബ്ലൂ സർബത്താണ്. അതൊരു 2 ടേബിൾ സ്പൂൺ നമ്മൾ ചേർക്കുന്നു. നമ്മൾ ആദ്യമേ തന്നെ സാധാരണ സർബത്ത് ചേർത്തിരുന്നു. ഇപ്പോൾ നമ്മൾ ബ്ലൂ സർബത്താണ്. ഈ ഒരു ഓർഡറിൽ തന്നെ അങ്ങോട്ട് പോകണം. ഇനി നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ തന്നെ അതിൻ്റെ കളർ വന്നേക്കുന്നുണ്ട്. ഒരു നല്ലൊരു അട്രാക്റ്റീവ് ഷെയ്ഡ് ഇതിന് വന്നിട്ടുണ്ട്, നല്ലൊരു ലുക്ക് ഇതിന് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. ഇപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ആ ഐസ് ക്യൂബ്സും അതേപോലെ തന്നെ ഷുഗറും എല്ലാം കൂടിയും ചേർന്നിട്ടുള്ള നല്ലൊരു കോമ്പിനേഷനിൽ അത് വരും. അപ്പോൾ ആ ഒരു ബ്ലൂ കളർ ഏകദേശം എല്ലായിടത്തും എത്തുന്നുണ്ട്. നല്ല രീതിയിൽ നമ്മളത് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കാം. ഒരു സ്പൂൺ ഉപയോഗിച്ച് നമ്മൾ നല്ല പോലെ അത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ കളറിൽ ഒരു ലൈറ്റ് ബ്ലൂ കളർ വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ഡാർക്ക് കളർ മാറി ഇപ്പോൾ എല്ലായിടത്തും ആ ഒരു ബ്ലൂ സർബത്ത് മിക്സ് ആയിട്ട് അതിൻ്റെ ആ ഒരു ലൈറ്റ് ഷെയ്ഡ് എല്ലായിടത്തും വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് കുറച്ച് കസ്കസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ സാധാരണ ലെമൺ ജ്യൂസിലൊക്കെ യൂസ് ചെയ്യുന്ന കസ്കസ് നമ്മളിവിടെ ചേർത്തിട്ടുണ്ട്. വീണ്ടും നമ്മളതൊന്നുകൂടി മിക്സ് ചെയ്യുകയാണ്. നല്ല രീതിയിൽ ആ ഒരു കസ്കസും ഐസ് ക്യൂബ്സും ഷുഗറും എല്ലാം നല്ല രീതിയിലൊന്ന് സ്പ്രെഡായി വരാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. അടുത്തത് നമ്മൾ ഓരോന്ന് മാറ്റി വെച്ചിരുന്ന ആ ജ്യൂസ്, ഓരോ ഗ്ലാസ്സിലാക്കി മാറ്റി വെച്ചിരുന്ന ജ്യൂസ് നമ്മൾ ചേർക്കുകയാണ്. ഇത് നമ്മൾ സ്പൂൺ കൊണ്ടിട്ട് കോരി ഒഴിക്കുകയാണ് ചെയ്യുന്നത്. എന്നാലേ നമ്മളത് ലെയറായിട്ട് കിടക്കുകയുള്ളൂ. അപ്പോൾ താഴെ ബ്ലൂ കളറ്, ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്നത് ഓറഞ്ച് ജ്യൂസാണ്. അപ്പോൾ ആ ഓറഞ്ച് കളറ് ഇതിൻ്റെ മേളിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഈ കാണുന്ന രീതിയിൽ നമ്മളത് ചേർക്കുകയാണ് ചെയ്യുന്നത്. ഒരു 3-4 ടേബിൾ സ്പൂൺ നമ്മൾ ഓറഞ്ച് ജ്യൂസ് നമ്മളിവിടെ ചേർത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ചേർക്കുന്നത് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഗ്രേപ്പ് ജ്യൂസാണ്. അപ്പോൾ ഒരു റെഡ് കളറ് നമുക്ക് ആ ഒരു ഓറഞ്ച് കളറിൻ്റെ മേളിൽ ഒരു റെഡ് കളറ് വന്നേക്കുന്നത് കാണാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് ലെയറായി കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ തന്നെ വേണം നമ്മൾ ജ്യൂസ് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. അങ്ങനെ സ്പൂൺ വെച്ചിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അത് ലീക്കായി എല്ലാം കൂടി മിക്സായി പോകും. അടുത്തത് നമ്മൾ ഒരു ജ്യൂസും കൂടി നമ്മൾ നേരത്തെ മാറ്റി വെച്ചായിരുന്നു, പൈനാപ്പിൾ ജ്യൂസ്. അപ്പോൾ അതിൻ്റെ ആ ഒരു യെല്ലോ കളറും കൂടിയും ലെയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതും കൂടിയും ചേർത്ത് കൊടുക്കുന്നു. അപ്പോൾ നോക്കുകയാണെങ്കിൽ വളരെ കളർഫുൾ ആയിട്ടുണ്ട്. താഴെ ബ്ലൂ കളറ്, പിന്നെ അതിൻ്റെ മേളിൽ ഓറഞ്ച് കളറ്, പിന്നെ റെഡ് കളർ, ഇപ്പോൾ യെല്ലോ കളറ്. നല്ലൊരു അട്രാക്റ്റീവ് ലെയർ ഉള്ളൊരു കളർ കോമ്പിനേഷനോട് കൂടിയൊരു ഡ്രിങ്കാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ ഇത് കുടിക്കാൻ തോന്നും. ഇനി ഇതിൻ്റെ ടേസ്റ്റ് ആണെങ്കിൽ പറയേ വേണ്ട. ഇത് എത്രമാത്രം കളർഫുള്ളാണോ അത്രമാത്രം ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു സണ്ണി ലിയോൺ ഡ്രിങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ പേര് പോലെ തന്നെ അതിൻ്റെ ആ ഒരു വിഷ്വലും നല്ല അട്രാക്റ്റീവാണ്.
പിന്നെ പ്രൈസിൻ്റെ കാര്യമാണെങ്കിൽ ഇത് വെറും 40 രൂപയേ ഉള്ളൂ. നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ മിൽക്ക് ഷേക്ക് മറ്റൊക്കെ വാങ്ങിക്കുമ്പോൾ 70 എബോവ് ഒക്കെ ആവും. പക്ഷേ വെറും 40 രൂപയ്ക്ക് ഇത്രയും അട്രാക്റ്റീവ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് എന്ന് പറയുന്നത് ഒത്തിരി നല്ലതാണ്. അതും ഈ ഒരു വേനൽക്കാലത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് നമുക്ക് കഴിക്കാം. അപ്പോൾ നിങ്ങൾ വരേണ്ടത് ഞാൻ പറഞ്ഞ ലൊക്കേഷനാണ് മണ്ണാർക്കാട് ഏറ്റുമാനൂർ ബൈപ്പാസിനടുത്തുള്ള കണ്ടഞ്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ ഒരു പെട്രോൾ പമ്പ് കാണാം. അതിൻ്റെ സൈഡിലായിട്ടാണ് ഈ ഒരു ഷോപ്പുള്ളത്. ഈ കടയുടെ ഫ്രണ്ടിൽ നമുക്കൊരു ബോർഡ് കാണാം, ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ കൂൾ ഡ്രിങ്ക്സ്. പിന്നെ ഇവിടെ സ്പെഷ്യലായിട്ടുള്ളൊരു സർബത്തുണ്ട്, കുടം കലക്കി സർബത്ത്. പിന്നെ ഇവിടെ കിട്ടുന്ന വേറെ ഡ്രിങ്ക്സൊക്കെയാണ് ടൊവിനോ സർബത്ത്, അതുപോലെ തന്നെ DQ സർബത്ത്. ഇതൊക്കെ പേര് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും എന്താ ഇത് നല്ലതാണോ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ ഇത് ശരിക്കും നമ്മൾ വാങ്ങിച്ച് ഇവിടെ വന്ന് അത് കുടിച്ച് നോക്കിയാൽ നമുക്കിതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങൾ തീർച്ചയായും വരാൻ പറ്റുന്നവരൊക്കെ ഇവിടെ വന്ന് ഇത് കുടിക്കുക. ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എല്ലാവർക്കും കിട്ടട്ടെ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.